കാര്യം ഇത്രയും ലോകം ചുറ്റി നടന്ന ഒരാളാണ്. കാര്യം നമ്മുടെ ഇവിടെ അത്ര വൃത്തിയില്ല എന്നൊരു തോന്നൽ ചില സഞ്ചാരികൾ പറയുന്നത് കേട്ടു. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കക്കൂസ് ഇല്ലാത്തതല്ല, കക്കൂസ് കഴുകാത്തതാ. അതാണ് നമ്മൾ വൃത്തിയാക്കിയാലോ ഒരു സാധനം നമ്മളെല്ലാം ഉണ്ടാക്കിയിടും. ഏറ്റവും മികച്ചതായിട്ട് ഉണ്ടാക്കാൻ നമുക്കറിയാം. പിറ്റേ ദിവസം മൂലം അങ്ങ് തിരിഞ്ഞു നോക്കിയാല ഈ ലോകത്ത് ഏത് വസ്തുവും, ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് മനസ്സിലായത്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണെങ്കിലും ഈഫൽ ടവർ ആണെങ്കിലും ഏത് ലോകാത്ഭുതമാണെങ്കിലും ഇന്ന് കാണുന്ന മട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നൂറുകണക്കിന് ആളുകൾ രാവും പകൽ അത് വൃത്തിയാക്കാൻ, മെയിന്റനൻസ് നടത്താൻ, തിളക്കി തേച്ച് തിണക്കി മിനുക്കി നിർത്താൻ പണിയെടുക്കുന്നുണ്ട്. നമ്മളൊരു കക്കൂസ് പണിയും ഇട്ടിട്ട് പോകും, 2 ആഴ്ച കഴിയുമ്പോൾ ടൈല് പൊട്ടും, പിന്നെ അത് ക്ലീൻ ചെയ്യില്ല, മൂക്കൊത്താൻ കയറി. ഈ പണതൊക്കെ പിറ്റേ ദിവസം നല്ലതായിരുന്നല്ലോ, ഗംഭീരമായിരുന്നല്ലോ, അല്ലെ? നമ്മുടെ റോഡുകൾ ടാർ ചെയ്യുന്ന അന്ന് നല്ലതല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ റോഡ് വർക്കുകൾ ചില ദിവസങ്ങളിൽ നല്ലതല്ലേ, പിന്നെയല്ലേ മോശമാകുന്നത്? നമ്മുടെ പണിത എല്ലാ ആശുപത്രികളും ആദ്യത്തെ ദിവസം നല്ലതായിരുന്നില്ലേ? ഇപ്പൊ എങ്ങനെയാണ് അങ്ങനെ ആയത്? അപ്പൊ മെയിന്റനൻസ് ആണ് ഇന്ത്യക്കാർക്ക് ഇല്ലാത്തത്, മലയാളികൾക്ക്. കാര്യം ഇത്രയും ലോകം ചുറ്റി നടന്ന ഒരാളാണ്. കാര്യം നമ്മുടെ ഇവിടെ അത്ര വൃത്തിയില്ല എന്നൊരു തോന്നൽ ചില സഞ്ചാരികൾ പറയുന്നത് കേട്ടു. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കക്കൂസ് ഇല്ലാത്തതല്ല, കക്കൂസ് കഴുകാത്തതാ. അതാണ് നമ്മൾ വൃത്തിയാക്കിയാലോ ഒരു സാധനം നമ്മളെല്ലാം ഉണ്ടാക്കിയിടും. ഏറ്റവും മികച്ചതായിട്ട് ഉണ്ടാക്കാൻ നമുക്കറിയാം. പിറ്റേ ദിവസം മൂലം അങ്ങ് തിരിഞ്ഞു നോക്കിയാല ഈ ലോകത്ത് ഏത് വസ്തു